തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരത്തിൻ്റെ ആരവം മുഴങ്ങുന്നു. നാട്ടിലെ ചിരവൈരികളായ രണ്ട് ക്ലബ്ബുകൾ തമ്മിൽ കുടിപ്പകയുണ്ട്. എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും തർക്കവും കയ്യാങ്കളിയും ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ ദിവസം മത്സരശേഷം ഉണ്ടായത് വെറും കുട്ടിക്കളിയായിരുന്നില്ല, മരണക്കളിയായിരുന്നു. പിള്ളേർ തമ്മിലുള്ള തർക്കത്തിൽ നാട്ടിലെ മുതിർന്നവർ കൂടി എത്തിയതോടെയാണ് തൈക്കാട് ചോരക്കളമായത്. പിന്നെ കണ്ടത് ഒരു 18-കാരൻ്റെ നെഞ്ചുകൂട് തകർത്തുള്ള കൊലയാളികളുടെ ക്രൂരത. ചെങ്കൽച്ചൂള സ്വദേശി ആലൻ്റെ കൊലപാതകം പെട്ടെന്നുണ്ടായ പ്രകോപനമെന്നാണ് FIR. സുഹൃത്തുക്കളെ തടഞ്ഞുവെച്ച് പ്രതികളോട് സംഘർഷ സ്ഥലത്തു നിന്നും പിരിഞ്ഞു പോകാൻ ആലൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കം ഇരു വിഭാഗങ്ങൾ ഏറ്റെടുത്തതാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ശാസ്താക്ഷേത്രത്തിന് സമീപം തന്റെ സുഹൃത്തുക്കളെ അക്രമി സംഘം തടഞ്ഞുവെച്ചിരിക്കുന്നതറിഞ്ഞ് രക്ഷപ്പെടുത്താൻ എത്തിയതായിരുന്നു കൊല്ലപ്പെട്ട ആലൻ. സുഹൃത്തുക്കളെ വിട്ടയക്കണമെന്നും വഴിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും ജഗതിയിൽ നിന്നെത്തിയ സംഘത്തോട് അലൻ ആവശ്യപ്പെട്ടതോടെ അക്രമികൾ പ്രകോപിതരായി. സംഘത്തിലെ ഒരാൾ ഹെൽമെറ്റ് കൊണ്ട് അലന്റെ തലക്കടിച്ചു. തുടർന്ന് കേസിലെ 1-ാം പ്രതി കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധം ഇടതു നെഞ്ചിൽ കുത്തിയിറക്കി. കുഴഞ്ഞു വീണ അലനെ സുഹൃത്തുക്കൾ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിന് ഉപയോഗിച്ച ഇരുമ്പുവടി കണ്ടെടുത്തു. അതേസമയം കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി തെരച്ചിൽ ഊർജിതമാക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ അലന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം.